ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞതാ തിങ്കളാഴ്ച ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്, ട്യൂഷനുണ്ട്. അപ്പോൾ ചോറ് ആദ്യം വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ കറിയുടെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. തേങ്ങരച്ച കറിയാണേ. അപ്പോൾ പീച്ചിങ്ങ ചെറിയൊരു പീസ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, കുറച്ച് മാത്രം മതിയല്ലോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പീച്ചിങ്ങ ചെമ്മീൻ ഇട്ട് വെക്കാനാണ് കേട്ടോ. നമ്മൾ ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറേ കറികൾ നമുക്ക് ഉണ്ടാക്കാം. ചെമ്മീൻ വാങ്ങിച്ചൊന്ന് വറ്റിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചാറുകറിക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചക്കറിക്ക് ചേർക്കാം, പച്ചക്കറിക്ക് ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കട്ടെ. അപ്പോഴത്തേന് ആലിമ എഴുന്നേറ്റിട്ട് 5:15 ആയിട്ടുള്ളൂ. ആലിമ എഴുന്നേറ്റു. പിന്നെ ഞാൻ കുറച്ചു നേരം അവൻ ഉറക്കാനൊക്കെ ട്രൈ ചെയ്തു, ഉറങ്ങിയില്ല. പിന്നെ അതാ നേരെ എടുത്തുകൊണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ചുണ്ട് ഇന്നലെ പൊട്ടിയായിരുന്നു കേട്ടോ, രാത്രി പൊട്ടിയതാണേ. അപ്പോൾ ദാ അവനും വന്നിരിക്കുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുക, നമ്മൾ കുറേ ട്രൈ ചെയ്തു ഉറക്കാനായിട്ട്, ആൾ ഉറങ്ങുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ജോലിയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുവാണേ. അപ്പം അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് അടുത്ത കറിയുടെ കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇപ്പോൾ ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ കട്ട് ചെയ്തൊന്നും വെച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ തേങ്ങ അരക്കാനുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ദാ കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് അതൊന്ന് അരച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ അരച്ചു കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് തോരനിൽ ചേർക്കാനായിട്ടാണ് കേട്ടോ. കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നാളത്തെ ഒരു കറിക്കും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെടുക്കുമ്പോഴും ഒരിത്തിരി കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം കൂടി എടുക്കാമല്ലോ. അപ്പോൾ ആ തിക്കും തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ചൊരു റിലീഫ് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ബീട്രൂട്ട് ഞാൻ ചോപ്പറിലിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ അരക്കാനുള്ള തേങ്ങ കൂടി റെഡിയാക്കി എടുക്കുക കേട്ടോ. അരക്കാനുള്ള തേങ്ങയിൽ ഈ സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ അരച്ചത് നമുക്ക് ഈ ഒരു പീച്ചിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പീച്ചിങ് അപ്പോഴത്തേനെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഏകദേശം നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വയന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ 2 കറികൾ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ഇതിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഇരിച്ചോട്ടെ. ഇപ്പം തന്നെ ഏകദേശം ഒരു 5:50 ആയിട്ടുണ്ട്. അപ്പോൾ അതാ എൻ്റെ കരിയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ആലിമിനെ എടുത്തിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചായക്ക് വെക്കാം കേട്ടോ. ചായ കുടിച്ചാലാണ് രാവിലെ ട്യൂഷൻ എടുക്കാനൊരു എനർജി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു തലവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചായക്ക് വെക്കുന്നുണ്ട്. ആലിമും കൂടി എഴുന്നേറ്റുകൊണ്ട് അവനും കൂടിയുള്ള ചായയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആഹിലും കൂടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് 5:50 ആകുമ്പോഴേക്കും ആഹിലിനെ ഞാൻ വിളിക്കും കേട്ടോ. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രഷ് ചെയ്തിട്ട് വേഗം വന്ന് സോഫയിലൊന്ന് പിന്നെ അവിടെ കിടക്കും കേട്ടോ. ഇതിപ്പോൾ ആലിമിൻ്റെ ഒച്ചയൊക്കെ കേട്ടതുകൊണ്ടാന്ന് തോന്നുന്നു, ജസ്റ്റ് എന്താണെന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ അതാ ചായയൊക്കെ തിളച്ച സമയമായപ്പോഴത്തേനും കുട്ടികൾ ട്യൂഷന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കുള്ള ചായയും അവനുള്ള ചായയൊക്കെ എടുത്തിട്ട് വേഗം പോയി ഞാൻ ട്യൂഷൻ പോയി എടുത്തു. ഇനിയിപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം വന്നിട്ട് താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കണം കേട്ടോ. വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറി ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ അല്ല കേട്ടോ, പിന്നെ ഞാനത്താണ് പയറ് കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മതിയാകും. ഈ ഒരു ചട്ടി സൂപ്പറായിട്ട് എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. ഞാൻ ഇത്രയും എന്താ പറയുക, അത്ര അങ്ങോട്ട് സൂപ്പറായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതാണ് സമാധാനം ഉണ്ട് കേട്ടോ. വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ജോലിയും ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിച്ചണിലേക്ക് കടക്കാനേ പറ്റില്ല. എപ്പോഴും വെള്ളമായിരിക്കും. പിന്നെ നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും നോക്കി നടക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ആദ്യത്തെ അപ്പം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് അത് വേവാനായിട്ട് ഇത്തിരി സമയം വേണമല്ലോ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം പോയി പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. കുറച്ച് പാത്രമേ ഉള്ളൂ, പക്ഷെ വെറുതെ സമയം കളയണ്ടല്ലോ, ജോലികളൊക്കെ അങ്ങോട്ട് വേഗം തീർക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അധികം എന്താ പറയുക, വാടിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരാഴ്ച ആവുന്നേ ഉള്ളൂ.
അപ്പോൾ ചെടികൾക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചില സമയത്ത് പയർ കഴുകുന്നതോ പയറൊക്കെ വെള്ളത്തിലിട്ട് വെക്കില്ലേ, ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. നല്ലതാണ് ചെടികളുടെ ഗ്രോത്തിനായിട്ട്. അപ്പോൾ എല്ലാ ചെടികളും നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി അകത്തേക്ക് വെക്കാൻ പോകുന്ന ചെടികളെല്ലാം നനച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അകത്തിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് ഇവിടെ കൂടെ ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലീഫിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ അകത്ത് വെച്ചിരിക്കുന്ന വൈറ്റ് പോട്ടിൽ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ കയ്യോടെ തന്നെ കൊണ്ടെടുത്ത് കിച്ചണിലേക്ക് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുതിയ ചെടികൾ ഈ വൈറ്റ് പോട്ടിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ ആ വർക്ക് ഏരിയയിൽ വെച്ചിരിക്കുന്ന എല്ലാ ചെടികളൊന്നും നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വേറെ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞാൻ മിക്ക വീഡിയോസിൽ അതൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത ചെടികൾ, അതായത് നമ്മൾ അകത്തുനിന്ന് എടുത്ത് വെച്ച ചെടികളുണ്ടല്ലോ, അതൊക്കെ തിരിച്ച് അതേപോലെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആലിമിനതേ അംഗനവാടിയിലാക്കാൻ പോകാൻ കേട്ടോ. ആലിമിന് പുതിയ ബാഗ് വാങ്ങിച്ചായിരുന്നേ, സ്പൈഡർമാൻ്റെ ബാഗാണ് കേട്ടോ. അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട ആൾ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ വൈകുന്നേരത്തെയാണ് കേട്ടോ. വൈകുന്നേരം ആലിമിനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ അവലിരിക്കുന്ന കാര്യം ആലോചിച്ചത്. അപ്പോൾ തേങ്ങ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്ന വെച്ചാണ്. അപ്പോൾ അത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ശർക്കര പാനിയാക്കി വെക്കും. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരെ അവലങ്ങോട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവൽ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിഷ്ടമാണ് കുട്ടികൾക്ക്, രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതൊന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആലിവിനൊന്ന് കുളിപ്പിക്കട്ടെ കേട്ടോ. അംഗനവാടിയിൽ നിന്ന് നേരെ കൊണ്ടുവന്നാണ്. അപ്പോൾ യൂണിഫോമൊക്കെ ഒന്ന് മാറ്റണം, അവനൊന്ന് മേലെ കഴിക്കണം, എന്നിട്ട് ചായയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മേലെ ഒഴിക്കുള്ളൂ കേട്ടോ. വൈകുന്നേരം, രാവിലെയാണ് തല നനക്കുന്നത്. അപ്പോൾ അവന് ഇഷ്ടമാണ്. അവൻ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇങ്ങനെ തമ്പ് കാണിക്കും കേട്ടോ അവൻ. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആലിമിന് പാല് എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, ചായ മതി എന്ന് പറഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പാലിന് മധുരം ഇട്ട് കൊടുക്കാറില്ലല്ലോ, ചായക്ക് മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്യൂഷന് കുട്ടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ട്യൂഷനൊക്കെ എടുക്കാൻ കേട്ടോ. ഇന്നിപ്പോൾ കുറവാണ് കേട്ടോ, കുട്ടികളെല്ലാവരും ഒന്നും ഇല്ല. അപ്പോൾ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്യൂഷനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇത് അടുത്ത വീട്ടിൽ നിന്ന് തന്ന ചക്കയാണ് കേട്ടോ. ഇന്നലെ തന്നതാണേ. ഇന്നലെ തന്നെ ഒരു 3/4 ഭാഗം കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ തണുക്കാനായിട്ട്. എന്തൊരു മധുരം എന്നറിയോ, ചക്കയ്ക്ക് ഇത്ര മധുരം ഉണ്ടെന്ന് ഇത് കഴിച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. എന്താ പറയുക, തേന്ന് പറയില്ല, അത്രയ്ക്കും മധുരം കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര മധുരം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 2 കൊതിയന്മാരോട് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ തുടങ്ങിയ ചോദ്യം തുടങ്ങിയതാണ്. ഞാൻ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കുറേ കഴിച്ചു. ബാക്കിയുള്ളതാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെച്ചത്. നോക്കിയേ എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ആലിമും വന്ന് നിൽക്കുന്നുണ്ട്, ആഹിലും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അക്ഷമരായിട്ട് അങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ ഒക്കെ കഴിച്ചോട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.